തന്നെ തിരിച്ചു വന്നാൽ ഇവിടെ ഒരു കള്ളവോട്ട് ആരോപണം വീണ്ടും ഉണ്ടായിരിക്കുകയാണ്. അത് ഭീമാപ്പള്ളി ബൂത്തിലാണ്. ഭീമാപ്പള്ളി സ്വദേശിയായ ഖദീജ ബീവിയുടെ മകളുടെ വോട്ട് മറ്റൊരാൾ ചെയ്തതായി ഒരു പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. 196 ബൂത്തിൽ 441 ക്രമ നമ്പർ വോട്ട് ചെയ്തു എന്നതാണ് പരാതി. പിന്നീട് ടെൻഡർ വോട്ട് ചെയ്യാൻ സമ്മതിച്ചിരിക്കുന്നു എന്നത് മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ അവിടെ ഗവൺമെന്റ് UP സ്കൂൾ ബൂത്തിൽ LDF സ്ഥാനാർത്ഥിയുടെ ചിഹ്നം പതിച്ച വിശറി വിതരണം ചെയ്തു എന്നൊരു പരാതി കൂടി ഉയർന്നിട്ടുണ്ട്. പോലീസ് ഇതിന് കൂട്ടുനിൽക്കുന്നു എന്ന് UDF പ്രവർത്തകർ കുറ്റപ്പെടുത്തുന്നു. വിശറിയുമായി വോട്ട് ചെയ്യാനെത്തിയവർ ബൂത്തിനകത്ത് കയറി എന്നതാണ് പരാതി. അപ്പോൾ 2 പരാതിയാണ് ഇപ്പോൾ അവിടെ ഭീമാപ്പള്ളിയിൽ നിന്ന് ഉയരുന്നത്. അത് ഒന്ന് കള്ളവോട്ട് പരാതിയാണെങ്കിൽ മറ്റൊന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചു എന്നുള്ള പരാതിയാണ്. സാരംഗ് സുധാകരൻ ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. സാരംഗ്, എന്താണ് 2 ആരോപണങ്ങളാണ് ഭീമാപ്പള്ളി കേന്ദ്രീകരിച്ച് ഇപ്പോൾ ഉയരുന്നത്. ഒന്ന് കള്ളവോട്ട് ആരോപണമാണ്. പർദ്ദ ധരിച്ചിരുന്നതിനാൽ ആരാണ് വന്ന് വോട്ട് രേഖപ്പെടുത്തിയതെന്ന് അറിയില്ല എന്ന തരത്തിലേക്കുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്താണ് സംഭവിച്ചത്? ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് ഇവിടെ ഭീമാപ്പള്ളി UP സ്കൂളിലെ ഒരു ആരോപണം പരാതി ഉയർന്നത്. വോട്ട് ചെയ്യാനായി എത്തിയ ഖദീജ ബീവി എന്നൊരു കുട്ടി, അതായത് 18 ആദ്യ വോട്ടാണ്, കന്നി വോട്ടാണ്. അവർ ചെയ്യാനെത്തിയപ്പോൾ വോട്ട് അപ്പോൾ തന്നെ രേഖപ്പെടുത്തി എന്നൊരു പരാതി അറിയിക്കുകയായിരുന്നു ഉദ്യോഗസ്ഥർ. പിന്നീട് ടെൻഡർ വോട്ട് ചെയ്യാനുള്ള ഒരു അവസരം നൽകണമെന്ന് പറഞ്ഞപ്പോൾ അത് അനുവദിക്കാൻ കഴിയില്ല എന്ന തരത്തിലായിരുന്നു ഉദ്യോഗസ്ഥരുടെ വിശദീകരണം. പിന്നീട് പാർട്ടി പ്രവർത്തകർ മറ്റും ഇടപെട്ടപ്പോഴാണ് പിന്നീട് ടെൻഡർ വോട്ട് ചെയ്യാൻ അനുവദിച്ചത്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വരുന്ന വിശദീകരണം എന്ന് പറയുന്നത് വോട്ട് ചെയ്ത് ആള് പർദ്ദ ധരിച്ചിരുന്നു എന്നടക്കമുള്ള വിശദീകരണം വന്നിട്ടുണ്ട്. പക്ഷെ ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണമല്ല. അത് ഈ ഒരു വോട്ട് ചെയ്യാനൊക്കെ ആളോട് നേരിട്ട് പറഞ്ഞു എന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിൽ കൃത്യമായ ഒരു വിശദീകരണം അല്ലെങ്കിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതിൽ മാത്രമല്ല, ഇതിന് മുൻപും 2ാമത്തെ പരാതിയാണ് ഉയരുന്നത്. ഇത് ഇത്തരത്തിൽ കള്ളവോട്ട് വ്യാപകമായി നടക്കുന്നുണ്ട് എന്നൊരു പരാതി പ്രവർത്തകരുടെ ഭാഗത്ത് നടക്കുന്നുണ്ടായിട്ടുണ്ട്. എന്തുതന്നെയായാലും ഇതിൽ കൃത്യമായി അന്വേഷണം നടത്തി ചെയ്ത വോട്ട് അസാധുവാവുകയാണെങ്കിൽ പിന്നീട് ഈ ഒരു വോട്ട് തന്നെ ടെൻഡർ വോട്ട് ചെയ്ത ഖദീജയുടെ തന്നെ വോട്ട് തന്നെ രേഖപ്പെടുത്തുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നൽകിയ വിശദീകരണം. ശരി, സാരംഗ് സുധാകരനാണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ നൽകിയത്. എന്തായാലും 2 ആരോപണങ്ങളാണ് ഉയർന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് പലയിടങ്ങളിൽ നിന്നും ഈ കള്ളവോട്ട് ആരോപണം ശക്തമായി ഉയരുന്നു എന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. പലയിടങ്ങളിലും പല മുന്നണികളിലെ കേന്ദ്രീകരിച്ചാണ് ഈ ആരോപണങ്ങൾ ഉള്ളത്. അത് മഞ്ചേശ്വരം മുതൽ ഏതായാലും പാറശാല വരെയുള്ള ഇടങ്ങളിൽ പലയിടങ്ങളിലായി ഇത്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. സാരംഗ് തുടരുന്നുണ്ട്. സാരംഗ്, ഈ 2 ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നു എന്ന സാഹചര്യമുണ്ട്. അതിനപ്പുറം ആ മേഖലയിലൊക്കെ പോളിംഗ് എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ബൂത്തുകളിൽ ഇപ്പോൾ കൂടുതൽ ആളുകളുണ്ടോ? ഈ അവസാന മണിക്കൂറുകളിൽ ഈ പോളിംഗ് ബൂത്തുകളിൽ വലിയ തിരക്കുണ്ടാകാനുള്ള സാധ്യത ഇത്തവണയുണ്ടോ? 1200 പേരായി ക്രമീകരിച്ചുകൊണ്ട് കൂടുതൽ ബൂത്തുകൾ അനുവദിച്ചുകൊണ്ടുള്ള ക്രമീകരണങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ സ്മൂത്തായി നടക്കുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഈ വോട്ടിംഗ് കാണാൻ കഴിയുന്നത്. അതിനപ്പുറം ഒരു തിരക്കിലേക്ക് ഈ അവസാന മണിക്കൂർ നീങ്ങുമോ? രേണുക, തിരക്ക് യാതൊരു വിധത്തിലും തിരക്കിൻ്റെ ഒരു പ്രശ്നം തീരദേശ മേഖലയിൽ ഇല്ലയെന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് അറിയിക്കാം. കാരണം ഭീമപ്പള്ളി, നമ്മളിപ്പോൾ നിൽക്കുന്ന ഭീമപ്പള്ളി ബൂത്തിലടക്കം വലിയ രീതിയിലുള്ള തിരക്കില്ല. ക്യൂ പോലും അധികം നിൽക്കാതെയാണ് ഇപ്പോൾ വോട്ടർമാർ ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇനി ഏകദേശം 1 മണിക്കൂർ പോലും തികച്ചില്ല. പക്ഷേ ഇവിടെ നല്ല രീതിയിൽ വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കാരണം 72% മുകളിൽ ഈ ബൂത്തിൽ മാത്രം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുതന്നെ മികച്ച പോളിംഗ് ആയിട്ട് തന്നെ ഇപ്പോൾ കണക്കാക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു തിരക്കില്ല. അത് കൃത്യമായ രീതിയിൽ ബൂത്തുകൾ അറേഞ്ച് ചെയ്ത് തന്നെയാണ് അത്തരത്തിലുള്ള തിരക്ക് ഒഴിവാക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയതെന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം കഴിഞ്ഞ തവണത്തേക്കാളും കൂടുതൽ ബൂത്തുകൾ ഒരുക്കി അത് കൃത്യമായ രീതിയിൽ പ്ലാനിങ്ങോട് കൂടിയാണ് നടത്തിയതെന്നായിരുന്നു തിരഞ്ഞെടുപ്പ് ഭാഗത്തു നിന്നുണ്ടായ വിശദീകരണം. അത് ശരിവെക്കുന്ന തന്നെയാണ്. രാവിലെ തൊട്ട് തന്നെ തിരുവനന്തപുരം മേഖലയിലുള്ള ചില സ്ഥലങ്ങൾ, ഒറ്റപ്പെട്ട സ്ഥലങ്ങൾ ഒഴിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തീരദേശ പ്രദേശങ്ങളിലടക്കം തിരക്ക് കാര്യമായി അനുഭവപ്പെട്ടില്ല. സുഗമമായി തന്നെ വോട്ട് ചെയ്ത് മടങ്ങുവാനുള്ളൊരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെയാണ് വൈകുന്നേരവും. ഇപ്പോൾ അവസാന മണിക്കൂറിൽ നമ്മൾക്ക് സാധാരണ രീതിയിൽ കണ്ടുവരുന്ന ഒരു തിരക്ക് അത് ഇപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നില്ല. എന്തായാലും കുറച്ച് സമയം കൂടി ബാക്കിയുണ്ട്. ആ സമയത്ത് അവസാന ലാപ്പിലേക്ക് ആൾക്കാർ കൂടുതൽ എത്തുമെന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ ബൂത്തിലെ ഉദ്യോഗസ്ഥരും മറ്റേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം കാത്തിരിക്കുന്നത്. രേണുക, കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.